ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാതെ 5 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ വിജയം. 6-ാം മിനിറ്റിലും 39-ാം മിനിറ്റിലുമായിരുന്നു ക്രിസ്ത്യാനോയുടെ ഗോളുകൾ. ഇതോടെ കളിച്ച 6 ലോകകപ്പിലും ഗോൾ നേടുന്ന ഏക താരമായി ക്രിസ്ത്യാനോ മാറി. ന്യൂനോ മെൻഡസും പകരക്കാരൻ റഫേൽ ലിയാവുമാണ് മറ്റ് 2 ഗോളുകൾ നേടിയത്. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് കെയിലെ രണ്ടാം റൗണ്ട് മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനുമായി ഏറ്റുമുട്ടി. നമുക്കറിയുന്നത് പോലെ ആദ്യ മത്സരത്തിൽ പോർച്ചുഗൽ കോങ്കോയോട് 1-1 സമനില പിരിയുകയായിരുന്നു. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനാവട്ടെ മറുഭാഗത്ത് കൊളംബിയയോട് 3-1 പരാജയപ്പെട്ടിരുന്നു. ഈ മത്സരത്തിലേക്ക് വന്നാൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഫോമായില്ലെങ്കിലും ഈ മത്സരത്തിൽ തന്റെ ഫോം വീണ്ടെടുത്തൊരു മത്സരം കൂടിയായിരുന്നു. 2 ഗോളുകൾ നേടി, അതുകൂടാതെ 2 റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കുകയും ചെയ്തു. 6 വേൾഡ് കപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി മാറുകയും ചെയ്തു. ഒരു അപൂർവ നേട്ടമാണിത്. ഇനി ഇത് ആരും തകർക്കുമോ എന്നും പോലും പറയാൻ പറ്റാത്തൊരു നേട്ടമായിരുന്നു ആ നേട്ടം. അതുപോലെ തന്നെ പോർച്ചുഗലിന് വേണ്ടി വേൾഡ് കപ്പ് മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം അവര് ഇസോബിയോ എന്ന് പറഞ്ഞ ഒരു താരമായിരുന്നു. ഇതിനു മുന്നേ 9 ഗോളുകൾ ഉണ്ടായത് പോർച്ചുഗലിന് വേണ്ടി. അത് റൊണാൾഡോ തകർക്കുകയും ചെയ്തു 10 ഗോളുകളുമായി. അങ്ങനെ മത്സരത്തിലേക്ക് വന്നാൽ മത്സരത്തിൽ 5-0 ഒരു വമ്പൻ വിജയമായിരുന്നു പോർച്ചുഗലിന്. ക്രിസ്ത്യാനോ റൊണാൾഡോ 2 ഗോൾ നേടി മാൻ ഓഫ് ദ മാച്ചായ മത്സരം. അതുകൂടാതെ തന്നെ മത്സരത്തിന്റെ ഫസ്റ്റ് 11 നോക്കിയാൽ 2 മാറ്റങ്ങളോടെയായിരുന്നു റോബർട്ടോ മാർട്ടിനസ് ഇന്ന് ടീമിനെ ഒരുക്കിയത്. ബെർണാഡോ സിൽവയ്ക്ക് പകരം ജോആ ഫെലിക്സ് 26 വയസ്സുകാരനായ ജോആ ഫെലിക്സ്, അൽ നസറിന്റെ ജോആ ഫെലിക്സ് വന്നു ഫസ്റ്റ് 11-ൽ. അതുപോലെ തന്നെ പ്രതിരോധത്തിൽ റൂബൻ ദിയാസ് തിരിച്ചെത്തി. അവരുടെ സൂപ്പർ താരമായിരുന്നു റൂബൻ ദിയാസ് തിരിച്ചെത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു. മറുവശത്ത് ഇറ്റാലിയൻ ലെജൻഡ് ഫാബിയോ കന്നവാര ആയിരുന്നു പരിശീലകൻ. അദ്ദേഹം ഒരു ഡിഫൻസിലൂന്നിയ ഒരു ഫോർമേഷനിലായിരുന്നു ഉസ്ബെക്കിസ്ഥാനെ ഇന്ന് മത്സരത്തിലേക്ക് ഇറക്കിയത്. എന്നിരുന്നാലും ആ ഡിഫൻസീവ് ഒന്നും പോർച്ചുഗലിന്റെ ഈ അതിഗംഭീര പ്രകടനത്തിന് മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിലായിരുന്നു 3 ഗോളുകൾ പിറന്നത് പോർച്ചുഗലിന്റെ. ആദ്യ ഗോൾ 6-ാം മിനിറ്റിൽ സൂപ്പർ താരം റൊണാൾഡോ നേടി. ഗോളിന് വഴിയൊരുക്കിയത് ജോആ കാൻസലോയുടെ ഒരു വളരെ നല്ലൊരു മുന്നേറ്റം, അതിമനോഹരമായ ഒരു പാസിലൂടെ 6 യാർഡ് ബോക്സിൽ നിന്ന് റൊണാൾഡോ ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ ഗോൾ നേടുകയും ചെയ്തു വലതുകാലുകൊണ്ട്. 2-ാം ഗോൾ പിറന്നത് പെദ്രോ നാറ്റോ വിൻ ചെയ്തൊരു ഫ്രീ കിക്ക് ഡിയേരുടെ മധ്യത്തായി പെദ്രോ നാറ്റോ വിൻ ചെയ്ത ഒരു ഫ്രീ കിക്ക് ന്യൂനോ മെൻഡസ് അതിമനോഹരമായി ഇടംകാല് കൊണ്ട് ഒരു ഫ്രീ കിക്ക് ഗോൾ, നല്ലൊരു ഫ്രീ കിക്ക് ഗോൾ ന്യൂനോ മെൻഡസ് നേടുകയും ചെയ്തു. 3-ാമത്തെ ഗോൾ വന്നത് 39-ാം മിനിറ്റിലായിരുന്നു. റൊണാൾഡോയുടെ ഒരു ക്ലിനിക്കൽ ഫിനിഷിംഗ് ആയിരുന്നു ഗോളിന് വഴിയൊരുക്കിയത് ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയ അതിമനോഹരമായ മുന്നേറ്റം, ഒരു സോളോ മുന്നേറ്റം എന്ന് പറയാം. ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് നിന്നും ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയ ഒരു സോളോ മുന്നേറ്റം ഒരു നല്ലൊരു പാസിലൂടെ റൊണാൾഡോക്ക് കൈമാറുകയും റൊണാൾഡോ ഇത് ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെ ഗോളാക്കുകയും ചെയ്തു. അങ്ങനെ 3-0 ആദ്യ പകുതി അവസാനിക്കുകയും ചെയ്തു. 2-ാം പകുതിയിലേക്ക് വന്ന 2 മാറ്റങ്ങളോടെയാണ് ടീം ഇറങ്ങിയത്. പോർച്ചുഗൽ ഫ്രാൻസിസ്കോ കോൺസെസ്യാവോ അതുപോലെ തന്നെ സെമേദ് എന്നിവർ 2 മാറ്റങ്ങളോടെ ഇറങ്ങി. മത്സരത്തിൽ പൂർണ്ണ നിയന്ത്രണം പോർച്ചുഗലിനായിരുന്നു. കൂടുതൽ എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചത് വിറ്റീന മധ്യനിര നിയന്ത്രിച്ച് കളിച്ചു. ബ്രൂണോ ഫെർണാണ്ടസ് അതുപോലെ മധ്യനിരയും മുന്നേറ്റവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന കാഴ്ചകൾ കാണാനിടയായി മത്സരത്തിൽ. അതുപോലെ തന്നെ അവരുടെ ഡിഫെൻഡിംഗ് ലൈനും എല്ലാവരും ഒത്തിണക്കത്തോടെ കളിച്ചൊരു മത്സരമായിരുന്നു. അങ്ങനെ മത്സരത്തിന്റെ 59-ാം മിനിറ്റിൽ ഒരു ഓൺ ഗോൾ പിറന്നു. ഒരു കോർണറിലൂടെ മുന്നേറ്റം ജോആ ഫെലിക്സിന്റെ ഒരു ടച്ചിലൂടെ 6 യാർഡ് ബോക്സിൽ നിന്നും അവരുടെ ഡിഫൻസീവ് കുഷ്നോവ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയും അത് അവരുടെ ഗോൾ കീപ്പർ നെമത്തോവിന്റെ ദേഹത്ത് തട്ടി ഗോളാവുകയും ചെയ്തു. അങ്ങനെ നെമത്തോവിന്റെ പേരിൽ ഒരു ഓൺ ഗോളും പിറന്നു. അങ്ങനെ 4-0 മുന്നിലെത്തുകയും ചെയ്തു. മത്സരത്തിന്റെ 5-ാം ഗോൾ പിറന്നത് 87-ാം മിനിറ്റിൽ റാഫേൽ ലിയാവോയിലൂടെ ഒരു അതിമനോഹരമായ ഫിനിഷിംഗ്, ഒരു സ്റ്റണ്ണിംഗ് ഗോൾ എന്ന് പറയാം. ഒരു ലോങ് റേഞ്ചിൽ നിന്നോളം വരുന്ന ഒരു സ്റ്റണ്ണിംഗ് ഗോളിലൂടെ റാഫേൽ ലിയാവോ നെൽസൺ സെമേദിയുടെ അസിസ്റ്റിൽ നേടിയ ഗോൾ. അതും കൂടി ആയതുകൂടി 5-0 വമ്പൻ വിജയം പോർച്ചുഗൽ കരസ്ഥമാക്കുകയും ടൂർണമെന്റിൽ ഈ മാച്ചിലെ 3 പോയിന്റും അതുപോലെ തന്നെ ആദ്യ മാച്ചിൽ 1 പോയിന്റ് അടക്കം 4 പോയിന്റ് ടേബിളിൽ എഴുതി ചേർക്കുകയും ചെയ്തു. ക്രിസ്ത്യാനോ റൊണാൾഡോ മാൻ ഓഫ് ദ മാച്ചായി 2 റെക്കോർഡുകൾ നേടി മത്സരത്തിലേക്ക് അദ്ദേഹം വമ്പൻ തിരിച്ചുവരവ് നടത്തി. അങ്ങനെ ഈ മത്സരം പോർച്ചുഗൽ സ്വന്തമാക്കി. ഉസ്ബെക്കിസ്ഥാനാവട്ടെ കന്നി ലോകകപ്പിന് ഇറങ്ങി അവർ 2 മത്സരവും പരാജയപ്പെടുകയും ചെയ്തു. അവരുടെ ചില താരങ്ങൾ നല്ല മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു. ഫൈസുല്ലേവ് അവരുടെ നല്ല മുന്നേറ്റം മധ്യനിരയിൽ അദ്ദേഹം നടത്തിയിരുന്നു. എന്നിരുന്നാലും പോർച്ചുഗലിനെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു.